എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഓണത്തിന് റേഷൻ കടകളിൽ അരി എത്തിക്കാതെ UDF സർക്കാരിന്റെ വിസ്മയമെന്ന് CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ. സർക്കാർ അടിയന്തരമായി ഇടപെട്ട ഉത്സവ സമയങ്ങളിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ സമരത്തിനിറങ്ങുമെന്നും കെ മോഹനൻ പറഞ്ഞു. റേഷൻ കടകൾ വഴി APL കാർഡ് ഉടമകൾക്ക് 26 രൂപ പ്രകാരം 10 കിലോ അരി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. നിലമ്പൂർ താലൂക്ക് പരിധിയിൽ 224 റേഷൻ കടകളുള്ളതിൽ 150 റേഷൻ കടകളിൽ മാത്രമാണ് APL വിഭാഗത്തിനുള്ള അരി എത്തിയിട്ടുള്ളതെന്നും അത് ഒന്നാം ഘട്ടം മാത്രമാണെന്നും കെ മോഹനൻ പറഞ്ഞു. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കുന്നതിന് നാടും നഗരവുമൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. കാണം വിറ്റും ഓണം ഉണ്ണുക എന്ന ഒരു പഴമൊഴി നേരത്തെ നിലവിലുണ്ടായിരുന്നെങ്കിലും കാണം വിൽക്കാതെ തന്നെ ഓണം ഉണ്ണുന്നതിനുള്ള അവസരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 10 വർഷവും കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളും അരിയും എല്ലാം തന്നെ ആളുകൾക്ക് സുലഭം വില കുറച്ച് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത്. നീതിന്യായ ഷോപ്പുകളിലൂടെയും മാവേലി സ്റ്റോറുകളുടെയും നീതി സ്റ്റോറുകളുടെയും ഒക്കെ കാർഡുടമകൾക്ക് ആവശ്യാനുസരണം അരിയും ഭക്ഷ്യധാന്യങ്ങളും നൽകിക്കൊണ്ടാണ് കമ്പോളത്തിൽ വില പിടിച്ചു നിർത്തിയത്. എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്നുള്ള UDF ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകൾ മലയാളികളെ വല്ലാതെ ദുരിതത്തിലാക്കുകയാണ്. ഈ ഓണം ഉണ്ണാൻ വേണ്ടി മലയാളികൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിനാവശ്യമായ ഒരു സജ്ജീകരണവും കേരളത്തിൽ ഒരുക്കിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. റേഷൻ ഷോപ്പുകളുടെ APL കാർഡ് ഉടമകൾക്ക് ഉത്സവകാലങ്ങളിൽ 10 കിലോ അരി സൗജന്യ നിരക്കിൽ കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ ഗവൺമെൻറ് നാളിതുവരെ തുടർന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റും അത് തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ അരിയാണ് സ്പെഷ്യൽ അരിയായി APL കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് കൊടുത്തെങ്കിൽ ഇപ്പോൾ UDF വന്നപ്പോൾ 10.90 എന്നുള്ളത് 26 രൂപയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 26 രൂപയായി വർദ്ധിപ്പിച്ചെങ്കിൽ പോലും ആ സാധനം റേഷൻ കടയിൽ ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ വരെയുള്ള കണക്ക്. നിലമ്പൂർ താലൂക്കിനകത്ത് 224 റേഷൻ കടകളുണ്ട് എന്നാണ് നമ്മുടെ കയ്യിലുള്ള ഒരു വിവരം. ആ 224 റേഷൻ കടകളിൽ ഏറെക്കുറെ ഒരു 100, 140, 150ഓളം റേഷൻ കടയിൽ മാത്രമാണ് ഇപ്പോൾ ആദ്യ റൗണ്ട് എന്ന നിലയ്ക്ക് തന്നെ അരി എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള കടകൾ തീരെ അരി എത്തിയിട്ടില്ല. എത്തിയെടുത്ത് തന്നെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. APL കാർഡ് ഉടമകൾ ഈ അരി ആഗ്രഹിക്കുകയാണ്. കാരണം കമ്പോളത്തിൽ ജയ അരിയുടെ വില 50 രൂപയാണ് ഒരു കിലോയ്ക്ക്. ഇവിടെ 26 രൂപയ്ക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരു ആശ്വാസം എന്ന നിലയ്ക്ക് അവർ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ റേഷൻ കടക്കാരൻ കൈമലർത്തുക, അരി എത്തിയിട്ടില്ല, എപ്പോൾ കിട്ടുമെന്ന് ഉറപ്പില്ല. സ്കൂൾ കുട്ടികൾക്ക് ഉത്സവകാലങ്ങളിൽ കൊടുക്കുന്ന 5 കിലോ അരി അതിപ്പോൾ കൊടുത്തത് 4 കിലോ വെച്ചിട്ടാണ് കൊടുത്തത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് വില പിടിച്ചു നിർത്തുക എന്ന സംവിധാനത്തിലേക്ക് പോകാത്തതിൻ്റെ ഫലമായി മലയാളികളുടെ ഓണം ഈ പ്രാവശ്യം ദുരിതപൂർണ്ണമാവാനാണ് സാധ്യത. പലചരക്കിൻ്റെയും പച്ചക്കറിയുടെയും വില ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ പഞ്ചസാര, ശർക്കരയൊക്കെ ദിനം പ്രതി എന്നോണം ഇപ്പോൾ 62 രൂപ ഒക്കെ ആയി, 62, 70 ആയി. പഞ്ചസാരയുടെ വില വർദ്ധിക്കുകയാണ്, ശർക്കരയുടെ വില വർദ്ധിക്കുകയാണ്, പച്ചക്കറികളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എന്നുള്ളത് മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയാണ്. കാണം വിറ്റും എന്ത് കാട്ടിയ ഓണം ഉണ്ണുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വില കൊടുത്തും അവർ വാങ്ങിക്കൊള്ളും എന്ന തരത്തിലേക്ക് ഗവൺമെൻറ് മാറാൻ പാടില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കമ്പോളത്തിലുണ്ടാവുക ഈ ഉത്സവകാലങ്ങളിലാണ്. ക്രമാതീതമായി ഉയർന്നു വരുന്ന വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ ഗവൺമെൻറ് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് സാധനങ്ങൾ സൗജന്യ നിരക്കിൽ കൊടുക്കുമ്പോഴാണ് വില നിലവാരത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുക. എന്നാൽ ഇപ്രാവശ്യത്തെ ഓണം ഇപ്പോൾ UDF വന്നതിന് ശേഷം ആദ്യത്തെ ഓണമാണ്. ഈ ഓണം തന്നെ ആളുകൾ കണ്ണീരിനോടുകൂടി ആഘോഷിക്കേണ്ട ഒരവസ്ഥയിലാണ്. ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. LDF സർക്കാർ ഉത്സവ നാളുകളിൽ റേഷൻ കടകൾ, മാവേലി സ്റ്റോറുകൾ വഴി 10 രൂപ 90 പൈസയ്ക്ക് നൽകിയിരുന്ന അരിയാണ് UDF സർക്കാർ ഒറ്റയടിക്ക് 26 രൂപയാക്കിയത്. വില ഉയർത്തിയിട്ടും അരി നൽകുന്നില്ല. പൊതുവിപണിയിൽ നിന്നും 50 രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് APL കുടുംബങ്ങൾ ഓണാഘോഷത്തിനുള്ള അരി വാങ്ങുന്നത്. പഞ്ചസാര, ശർക്കര ഉൾപ്പെടെയുള്ള എല്ലാത്തിനും വില കുതിക്കുകയാണ്. ഇതെല്ലാം പുതിയ വിസ്മയങ്ങളാക്കുകയാണ് UDF സർക്കാർ എന്നും കെ മോഹനൻ പറഞ്ഞു. കുട്ടികൾക്ക് നൽകിയിരുന്ന 5 കിലോ അരി 4 കിലോയായി കുറച്ചു. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഉത്സവ നാളുകളിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ സമരത്തിനിറങ്ങും. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ നൽകാതെയും UDF സർക്കാർ വിസ്മയങ്ങൾ തുടരുകയാണെന്നും കെ മോഹനൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.